ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാന ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ഈ ട്രെൻഡ് തീരുമാനിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം റീൽസാണ് ഈ ട്രെൻഡ് തീരുമാനിക്കുന്നത്. പുക്കോക്ക് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് വിയറ്റ്നാമിൽ. ഇതുവരെ ഇന്ത്യൻസ് പോയിരുന്നില്ല. കഴിഞ്ഞ ഒരു 1.5 വർഷം വരെ ആരും പോയിരുന്നില്ല. ആരോ പോയിട്ട് ഇതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് പോയിട്ട് അവിടെ പോയിട്ട് ഇതുപോലത്തെ ഒരു വലിയൊരു സ്ഥലമുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കേബിൾ കാറിൻ്റെ ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 റീൽസ് വന്നു. പിന്നെ ഇത് ട്രെൻഡാവാണ് ശരി. ആക്ച്വലി ഒരുപാട് ട്രാവൽ ഏജൻസീസ് ഇപ്പോൾ ഓരോ ദിവസം തോറും നമുക്ക് നമ്മുടെ കേരളത്തിലായിക്കോട്ടെ അന്യ നാടുകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും നമുക്കതിൽ ചിലതൊക്കെ വിശ്വസിക്കാൻ പറ്റും, ചിലതൊന്നും വിശ്വസിക്കാനും സാധിക്കില്ല. വളരെ ചീറ്റിംഗ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയിട്ടാണ്. ഈ ആളുകളുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കുറവ്, വിലക്കുറവ് എന്ന് പറഞ്ഞിട്ട് അട്രാക്ഷനുള്ള പരസ്യമാണ് ഇവരുള്ള ആളുകളിടാം. പക്ഷേ ആ ഇതിൽ നമ്മൾ കേരളത്തിലെ ആളുകളുടെ മൈൻഡ് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പൈസ കുറവ് അതിൻ്റെ പിന്നാലെ പോകും. അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ഓഫീസോ ഒന്നും ഇല്ലാണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മാത്രം വെച്ചിട്ട് ആളുകൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ മാത്രമല്ല കുറച്ച് സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഘടനകളിൽ മെമ്പേഴ്സായ ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ മിനിമം ഗ്യാരണ്ടി ഉള്ള ആളുകളാണ്. ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര നാളൊരു ടഫായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ വിസ ഫ്രീ ആയിട്ട് ഇന്ത്യൻസിന് ഈ വർഷത്തിലെ എല്ലാ സമയത്തും ട്രാവൽ ചെയ്യുന്ന ആകെ ഒരു വിഭാഗമുള്ള ഇന്ത്യൻസാണ്. 5 രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആദ്യം എവിടെയായിരുന്നു ഇത് തുടങ്ങി വെച്ചത്? ആദ്യം ഞങ്ങൾ ബാലിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മലയാളിയായിട്ടുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. ചന്ദ്രനിൽ ചെന്നാൽ തട്ടുകൾ അടുത്ത മലയാളികൾ ഉണ്ടാവും എന്നുള്ള അതേപോലെ തന്നെയാണ്. മലയാളികളാണ് ലോകത്തിൻ്റെ എവിടെയും പോയിട്ട് അവിടെ ചെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളുകളുണ്ട്. കേരളത്തിലേക്ക് മാത്രം ടൂർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെ അതർ സ്റ്റേറ്റിൽ നിന്നും ഇന്ത്യയിൽ വെളിയിൽ നിന്നും. അതിൻ്റെ പേര് തന്നെ കേരള ടൂർ കമ്പനി എന്നാണ്. അത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരാൾ ഒരു 4 നൈറ്റ് 5 നൈറ്റ് പോകുകയാണെന്ന് വെച്ചാൽ ഏകദേശം 45,000 മുതൽ 50,000 രൂപ വരെ കോസ്റ്റ് വരും. ഇനി അത് കോസ്റ്റ് കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന ഹോട്ടൽസിൻ്റെ നിലവാരം അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു സാധാരണ ഒരു റൂം അല്ലെങ്കിൽ 3 സ്റ്റാർ അല്ലെങ്കിൽ 2 സ്റ്റാർ ഒക്കെ വേണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് റേറ്റ് കുറയും. ഒരു ഫ്ലൈറ്റിന് എന്തായാലും 25,000 രൂപ ആവറേജ് എന്തായാലും വരും. അത് ഉറപ്പാണല്ലോ അല്ലേ? അപ്പോൾ ഈ കോസ്റ്റ് കുറയുന്നത് നമ്മുടെ ഫെസിലിറ്റീസ് കുറഞ്ഞിട്ട് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 30,000 രൂപയ്ക്ക് തായ്ലൻഡിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതിലെന്തെങ്കിലും ചീറ്റിംഗ് ഉണ്ടാവും ഉറപ്പായിട്ടും. നിങ്ങൾക്ക് ആകെ ഒരു കോൺടാക്റ്റ് മാത്രം, ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ടാവുള്ളൂ. ആ നേരത്തെ അവർ സ്വിച്ച് ഓഫ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിനാൻഷ്യൽ അനലിസ്റ്റിൽ നിന്ന് ഒരു ട്രാവൽ എൻ്റർപ്രണറായി മാറിയ സ്നോജ് മച്ചിങ്ങിലാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റിൽ നിന്നൊരു ട്രാവൽ എൻ്റർപ്രണറായി മാറിയ ആ ഒരു കഥ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആദ്യഘട്ടത്തിൽ ആ ഒരു മാറ്റം? ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള പ്രൊഫഷണൽസ് ഒരുപാടുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലത്ത് ആ ഒരു എയിം വെച്ചിട്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയും ജോലി കിട്ടുക. ഇപ്പം എസ്പെഷ്യലി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തൃശ്ശൂർ ഏകദേശം ഒരു തീരമേഖല, അതായത് നാട്ടിക, യൂസഫ് അലീനൊക്കെ എല്ലാവരും അറിയും. അപ്പോൾ ആ ഏരിയയിലുള്ള ആളുകളെന്നൊക്കെ ഡ്രീം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും പഠിക്കുക, ദുബായിൽ പോവുക അല്ലെങ്കിൽ UAE പോവുക അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും കൺട്രീസിൽ പോവുക, ജോലി ചെയ്യുക. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും UAE ഉള്ളത്. അച്ഛൻ്റെ ഒരു 5 സഹോദരന്മാരും എല്ലാവരും അവരുടെ മക്കളും എല്ലാവരും. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയും പഠിക്കുക, ഒരു 20-21 വയസ്സാകുമ്പോൾ എങ്ങനെയും പോകുക എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഇൻ കേസ് ഒരാൾ ദുബായിൽ പോയിട്ടില്ലെങ്കിൽ ആൾ നാശമായി പോയി എന്നുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോഴ്സ്ഫുള്ളി നമ്മൾ അങ്ങനെ പോകേണ്ടി വന്നു. അവിടെ ചെന്ന് ഒരു 12 വർഷത്തോളം ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് ഒരു വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ, ഒരു MNCയിൽ, ഒരു ഗവൺമെൻറ് കമ്പനിയായിരുന്നു വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ 12 വർഷം എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും പോയില്ല. അപ്പോൾ കുറേ വർഷങ്ങൾ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള ഒരു ഇത്. അപ്പോൾ നമുക്ക് ഏജും, ഞാൻ 24 വയസ്സിലാണ് അവിടെ ജോയിൻ ചെയ്യുന്നത് കമ്പനിയിൽ. ഏകദേശം ഒരു 30 years ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ആ കമ്പനിയിൽ എത്താവുന്ന ഒരു പൊസിഷനിൽ, നമുക്ക് നമ്മുടെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് എത്താവുന്ന ഒരു പൊസിഷനിൽ നമ്മളെത്തി. ഇനി മുന്നോട്ട് പോകാമെന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലായി. അതിനിടയിൽ മാരേജ് കഴിഞ്ഞു, കുട്ടികൾ അപ്പോൾ അവിടെ തന്നെ പഠിക്കുന്നു, ദുബായിൽ പഠിക്കുന്നു. അപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് ചിന്തിച്ചിട്ടെന്ന് വെച്ചാൽ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നു. ഞാൻ അതിന് തന്നെ മനസ്സിലാക്കിയിരുന്നു ഒരു 35 year ആവുന്നതിന് മുന്നേ. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഇപ്പോൾ നമ്മൾ നല്ല ജോലിയിൽ അവിടെ പോകുന്നു, വർഷത്തിൽ 2-3 പ്രാവശ്യം വരുന്നു, എല്ലാവരും നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ അത്ര വലിയ ഹാപ്പി അല്ലായിരുന്നു. വളരെ സ്ട്രെസ്സായിട്ടുള്ള വർക്കായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ ഗവൺമെൻറ് കമ്പനിയിലായിരുന്ന കാരണം തന്നെ ഈ റിപ്പോർട്ടിംഗ് ഡയറക്റ്റ് ബോർഡിനൊക്കെ ചെയ്തിരുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വെച്ചിട്ടായിരുന്നു ഈ ഡിസിഷൻസൊക്കെ കമ്പനി എടുത്തിരുന്നത്. അപ്പോൾ മാത്രമല്ല ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ദുബായിലെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു
മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് എന്താ ഉണ്ടാവുകയെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരുന്നു വർക്ക്. നാളെ മോർണിംഗ് ഒരു റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫാമിലിയോ ബാക്കിയുള്ള ആളുകളോ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ അപ്പോൾ നമ്മൾ തന്നെ ഒരു പ്ലാൻ ചെയ്യായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ അവസാനം നമ്മൾ എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ഇയേഴ്സ് നമ്മൾ എടുത്തു. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വൈഫോ അല്ലെങ്കിൽ ഫാമിലിയോ ബാക്കിയുള്ള ആളുകൾ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരാന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ അത് നിർബന്ധപൂർവ്വം ഞാൻ തന്നെ എടുക്കായിരുന്നു ഒരു അവസരം കിട്ടിയ സമയത്ത്. ഈ അവസരം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് സിംഗപ്പൂരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ആൾ IT, ഞാൻ ഇതിനിടയിൽ IT കുറച്ച് പഠിക്കാനൊക്കെ പോയിരുന്നു. പക്ഷേ അത് മാറിയിട്ട് ഫൈനാൻസിലേക്ക് വന്നു. അപ്പോൾ ആളവിടെ സിംഗപ്പൂരുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഫാമിലി നാട്ടിൽ വന്ന സമയത്ത് ഫ്ലാറ്റൊക്കെ ഒഴിവായിരുന്നു. അപ്പോൾ ആളിനോട് പറഞ്ഞു 1 മാസം അവിടെ വന്ന് നിൽക്കാൻ. അപ്പോൾ ഞാൻ 1 മാസം അവിടെ പോയി നിന്നു, ഒരു സ്ട്രെസ്സൊക്കെ മാറ്റി. അപ്പോൾ പോയി നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു ടൂറിസത്തിനെ കുറിച്ചിട്ടും നമ്മൾ പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാലത്ത് ഷാർജ ടു ദുബായ് ടു ഷാർജ 12 വർഷം പോയി. പക്ഷേ ഈ വേറൊരു സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങാൻ പോയിട്ടില്ല തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ പുതിയ സ്ഥലങ്ങൾ കണ്ടു. ഇത് കാണുമ്പോഴാണ് ഈ ടൂറിസത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഈ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് വരാണ്. മാത്രമല്ല തിരിച്ചു വരുന്ന സമയത്ത് കോലാലംപൂർ എയർപോർട്ടിൽ മലേഷ്യയിൽ വരുന്ന സമയത്ത് വരുമ്പോൾ എയർ ഏഷ്യ എയർലൈൻസ് ആയിരുന്നു. ഈ എയർ ഏഷ്യ എയർലൈൻസിൽ എന്ന് പറയുമ്പോൾ ഒരു 90% അല്ലെങ്കിൽ 95% ഈ കേരളത്തിൽ ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈവൻ നമ്മുടെ നാട്ടിലത്തെ പോലെ ചെരുപ്പ് പോലും ഇടാണ്ടുള്ള ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾ 7 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ശബരിമലയ്ക്ക് വരുന്ന ആളുകളായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇത്രയും വേൾഡിൽ ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ഈ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ചിന്തിക്കുന്നത് 2017 അപ്പോൾ ആ കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തോട്ട് വന്നു, ഇത് മനസ്സിൽ നിന്ന് കിടന്നു. അപ്പോൾ ഇത്രയും ആളുകൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ടൂറിസം എന്നുള്ളത്. ടൂറിസം എന്ന് പറഞ്ഞാൽ പല മേഖലയിലും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ കിടന്നു ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരത്തെ എക്സിക്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞ പോലെ റിസൈൻ ചെയ്തു. ഫാമിലീനെയൊക്കെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാടായിരുന്നു. അത് കൺവിൻസ് ചെയ്തു. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഫാമിലിയിൽ നിന്നും വീട്ടിലെ അച്ഛനമ്മയുടെ ഭാഗത്തു നിന്ന് എല്ലായിടത്തും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നല്ല ലെവലിൽ ജീവിച്ചിരിക്കുന്ന പെട്ടെന്ന് നമ്മളിവിടെ വന്ന നാട്ടിൽ ഒരു ജോലി ഇല്ലാണ്ട്, ഇത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ ഗൾഫുകാരുടെ വീട്ടിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു 5 വർഷം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ആളുകൾ കാണിക്കുന്നത്. ഇപ്പോഴാണ് പല ആളുകളും നമ്മൾ പല യാത്രകൾ പോകുന്നു. ചിലപ്പോൾ ഒരു മാസത്തിൽ നമ്മൾ 3 കൺട്രി 4 കൺട്രിയിലൊക്കെ പോയിട്ടൊക്കെയാണ് വരിക. അതൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്, കസ്റ്റമറായിട്ടുള്ളതല്ല. അപ്പോൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇയാൾ എന്തൊക്കെയോ ആയി അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇപ്പോഴാണ് നമുക്ക് അറിയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫായിരുന്നു നമ്മൾ ഗൾഫിൽ തൊട്ടേ ഉണ്ടായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മളതെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 5 കൺട്രിയിൽ നമുക്ക് ബിസിനസ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ട്രാവൽ ഇൻഡസ്ട്രിയിലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഞങ്ങളൊരു B2B അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഇൻഡസ്ട്രിയാണ്. ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി എന്നാണ് ഞങ്ങളുടെ ഇതിനെ പറയുക. ഞങ്ങളൊരു ഹോൾസെയിൽ കമ്പനി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബാലിയിൽ, വിയറ്റ്നാമിൽ, കംബോഡിയയിൽ, ദുബായ് ആൻഡ് ഇന്ത്യയിലാണ് നമ്മുടെ ബിസിനസ് ഉള്ളത്, നമുക്കുള്ളത്. ഇപ്പോൾ അതായത് ഒരുപാട് ട്രാവൽ ഏജൻസീസ് ഇപ്പോൾ ഓരോ ദിവസം തോറും നമുക്ക് നമ്മുടെ കേരളത്തിലായിക്കോട്ടെ അന്യ നാടുകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും നമുക്കതിൽ ചിലതൊക്കെ വിശ്വസിക്കാൻ പറ്റും, ചിലതൊന്നും വിശ്വസിക്കാനും സാധിക്കില്ല. അപ്പോൾ ഒരു ട്രാവൽ ഏജൻസി ഇപ്പം താങ്കളുടെ അടുത്ത് ബന്ധപ്പെടുകയാണെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? ഞാൻ ആ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ വേറൊരു പ്രൊഫഷനിൽ നിന്ന് വന്ന ഒരാളാണ്. ആ വന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻസും ആരും പറഞ്ഞു തരില്ല. മാത്രമല്ല ഗൂഗിൾ ചെയ്താലും യൂട്യൂബ് കണ്ടാലും ഒരു ഇൻഫർമേഷൻസ് കിട്ടില്ല. കോൺടാക്റ്റ് ഒരു പ്രധാന ഘടകമല്ലേ? അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ആളുകളുടെ ഇൻഫർമേഷൻസൊന്നും ആരും പാസ് ചെയ്യില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സമയത്ത് എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു ലൈക്ക് മൈൻഡായ ആളുകൾ ചേർന്നിട്ട് ഒരു സംഘടന ഞങ്ങൾ രൂപീകരിച്ചു. കൊച്ചി ബേസ്ഡ് തന്നെ KTTC എന്ന് പറയും. ഇന്ന് KTTC എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രികളെ എല്ലാവരും അറിയും. അന്ന് ഞാൻ കുറച്ച് ആളുകൾ കൂടി തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സാധാരണക്കാരായ ആളുകൾക്ക് കൂടിയിട്ട് അന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു സപ്ലയേഴ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോൺടാക്ട്സ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി, മുംബൈ, അഹമ്മദാബാദിലൊക്കെ വലിയ വലിയ റോഡ് ഷോ എന്ന് പറയുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ എക്സിബിഷനാണ് ശരിക്കും ട്രാവൽ ഇൻഡസ്ട്രിയിലത്തെ. അതിന് റോഡ് ഷോ എന്ന് പറയാം. ഇവിടേക്ക് പോകണമായിരുന്നു. ഡൽഹി, മുംബൈ ഇവിടേക്കാണ് ഈ എക്സ്പോ ഒക്കെ വരാം. അന്നത്തെ കാലത്ത് ഇവിടുന്ന് ആളുകൾക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വളരെ ചുരുക്കം അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ട്രാവൽ ഏജൻസി മാത്രമാണ് ഇവരൊക്കെ പോയി ഈ കോൺടാക്ട്സ് ഒക്കെ എടുക്കുക. പക്ഷേ ഇങ്ങനെ എടുക്കുന്ന കോൺടാക്ട്സ് ഇവരാർക്കും ഷെയർ ചെയ്യുന്നില്ല. ഇതായിരുന്നു അവസ്ഥ. പക്ഷേ അന്ന് ഞങ്ങൾ കുറച്ച് ഡ്രീം ചെയ്തതെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് കേരളത്തിലെ കൊച്ചിയിൽ ഇങ്ങനത്തെ വലിയ എക്സ്പോ കൊണ്ടുവരാൻ പറ്റില്ല പറ്റുമൊരു
പക്ഷേ അതിനിടയിൽ കൊറോണയ്ക്ക് വന്നു. പക്ഷേ അതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ എക്സ്പോ KTTC ആണ് നടത്തുന്നത്. ഞാൻ KTTCയുടെ ജനറൽ സെക്രട്ടറിയാണ് അവിടെ തുടക്കം തൊട്ട് തന്നെ. അപ്പോൾ കഴിഞ്ഞ വർഷം 2 വർഷമായിട്ട് CL കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു നടന്നിരുന്നത്. ഏകദേശം ഒരു 5000 ട്രാവൽ ഏജൻസ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ പാർട്ടിസിപ്പേഷൻ ചെയ്തു ഒരു ഡേയിൽ തന്നെ. അപ്പോൾ നമ്മുടെ എല്ലാ വർഷത്തും ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് സന്തോഷ് ജോർജ് ഉള്ളങ്ങര സാറാണ് ഞങ്ങളുടെ ഈ കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആൾ. അപ്പോൾ ഇപ്പോൾ ഒരു കേരളത്തിലെ ഒരു ട്രാവൽ ഏജൻറ്റിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളുടെ കോൺടാക്ട്സും നെറ്റ്വർക്ക്സും അവർക്ക് ഇവിടെ തന്നെ കിട്ടാണ്. എല്ലാ വർഷവും പുതിയ ആളുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈസിയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാമെന്ന് വെച്ചാൽ വളരെ ചീറ്റിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ്. അതായത് വളരെ ചീറ്റിങ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയിട്ടാണ്. ഇപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസോ ഒന്നും ഇല്ലാണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മാത്രം വെച്ചിട്ട് ആളുകൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ മാത്രമല്ല കുറച്ച് സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഘടനകളിൽ മെമ്പേഴ്സായ ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള ആളുകളാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ വലിയൊരു മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ഓഫീസിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യും, അവരുടെ പാസ്റ്റ് വെരിഫൈ ചെയ്യും, അവരുടെ ഡോക്യുമെൻറ്റ്സും ക്രെഡൻഷ്യൽ പേഴ്സണൽ എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്യുക. എന്നിരുന്നാലും ആളുകളുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ വിലക്കുറവ് എന്ന് പറഞ്ഞിട്ട് അട്രാക്ഷനുള്ള പരസ്യമാണ് ഇവരുള്ള ആളുകൾ ഇടുക. പക്ഷേ ആ ഇതിൽ കേരളത്തിലെ ആളുകളുടെ മൈൻഡ് അങ്ങനെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പൈസ കുറവ് അതിൻ്റെ പിന്നാലെ പോകും. അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഈ ചീറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാനുള്ളത് എന്തിനും ഒരു കോസ്റ്റ് ഉണ്ട് ശരിക്കും. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരാൾ ഒരു 4 നൈറ്റ് 5 നൈറ്റ് പോവുകയാണെന്ന് വെച്ചാൽ ഏകദേശം 45,000 മുതൽ 50,000 രൂപ വരെ കോസ്റ്റ് വരും. ഇനി അത് കോസ്റ്റ് കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന ഹോട്ടൽസ് ഇതിൻ്റെ നിലവാരം അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു സാധാരണ ഒരു റൂം അല്ലെങ്കിൽ 3 സ്റ്റാർ അല്ലെങ്കിൽ 2 സ്റ്റാറൊക്കെ വേണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് റേറ്റ് കുറയും. ഇപ്പോൾ ഒരു ഫ്ലൈറ്റിന് എന്തായാലും ഒരു 25,000 രൂപ ആവറേജ് എന്തായാലും വരും, അത് ഉറപ്പാണല്ലോ അല്ലേ. അപ്പോൾ ഈ കോസ്റ്റ് കുറയുന്നത് നമ്മുടെ ഫെസിലിറ്റീസ് കുറഞ്ഞിട്ട് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 30,000 രൂപയ്ക്ക് തായ്ലൻഡിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതിലെന്തെങ്കിലും ചീറ്റിംഗ് ഉണ്ടാവും ഉറപ്പായിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കാണില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ മലയാളികളുടെ പ്രശ്നം ഉണ്ടല്ലോ. എവിടെ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നെങ്കിൽ പല ആളുകളും പൈസ കൊണ്ട് ഇട്ടിട്ട് പിന്നീട് തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നടക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ റേറ്റ് കുറവെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കലും ഒരാൾക്ക് അങ്ങ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ഈ 2017 മുതലാണല്ലോ ഇങ്ങനൊരു മാറി ചിന്തിക്കണം എന്നൊരു മനസ്സിലൊരു ആഗ്രഹം വന്നു തുടങ്ങിയത്. ഏകദേശം 12 വർഷത്തോളം ഒരു കമ്പനിയുടെ തലം ജോലി ചെയ്തു, ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട്. പിന്നീട് ഒരു എൻ്റർപ്രണറായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് അവരാകെ പേടിച്ചു പോയ ഒരു കാലഘട്ടമായിരിക്കുമല്ലോ. കാരണം പെട്ടെന്ന് ഇത്രയും നല്ല രീതിയിൽ ജീവിച്ച് വന്ന ഒരാൾ ബിസിനസ് എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ ഈ ഒരു വിജയത്തിൽ ഫാമിലി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ വിജയത്തിൽ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അവർ വളരെ കംഫർട്ടാണ്. എന്താ വെച്ചാൽ എൻ്റെ ഒരു ഏജിലുള്ള ആളുകൾ, ഇപ്പോൾ ദുബായിലുള്ള ആളുകൾ ഫ്രണ്ട്സൊക്കെ പറയുന്നത് വെച്ചാൽ എന്നാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ജോലി പോകാമെന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും കുട്ടികൾക്കുണ്ട്. അവിടെയുള്ള ജീവിച്ചവർക്ക് എല്ലാവർക്കും അറിയാം അവരുടെ മൈൻഡ് കറക്റ്റാണ്. എന്ന് വെച്ചാൽ അവരൊരു 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്കൊക്കെ പോകുന്ന സമയത്തായിരിക്കും നമ്മളൊരു 45 ഇടയിലുള്ള ഏജ് ആവും നമുക്കുണ്ടാവുക. അപ്പോൾ ഏറ്റവും കുട്ടികൾ അറിയുന്നൊരു സമയമാണ്. അറിയുന്ന പല ഫാമിലികളും ആ സമയത്ത് പെട്ടെന്ന് ജോലിയൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് അന്ന് കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു. കുട്ടികൾക്ക് പെട്ടെന്ന് അവിടുത്തെ നല്ല അവിടെ ഹാബിറ്റാറ്റ് സ്കൂളിലാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു, നാളെ തിരിച്ച് നമുക്ക് ഒരു 10th ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് കുറച്ചാൾ അവിടെ പോയിട്ട് നമുക്ക് സെറ്റിൽഡ് ആവാം, അവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ കോളേജിലൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഇത് കൊടുത്തിരുന്നു. അത് ഞാൻ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്, നടക്കുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് പോയി താമസിക്കാൻ ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. മാത്രമല്ല നമുക്ക് നാളെ ഒരു ജോബിൻ്റെ ഒരു ത്രെട്ട് നമുക്ക് സത്യത്തിലില്ല. ഇനി നമുക്ക് ആരോഗ്യം ആയുസുള്ള സമയത്ത് എപ്പോഴും നമുക്ക് ബിസിനസ് ഉണ്ട്. ഈ ട്രാവൽ ബിസിനസ് മാത്രമല്ല, ഞങ്ങൾ ഈ കോവിഡ് വന്നപ്പോൾ ഞങ്ങൾ അതിനിടയിൽ ഒരു ലീഡ് ജനറേറ്റിംഗ് കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സായിട്ട്. മാത്രമല്ല ഇപ്പം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ കംബോഡിയയിലാണെങ്കിൽ എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ആളാണ് എൻ്റെ പാർട്ട്ണറായിട്ട് അവിടെ ഉള്ളത്. ഇപ്പോൾ ഫിലിപ്പീൻസിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതെൻ്റെ ദുബായിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ കൊളീഗാണ് അവിടുത്തെ പാർട്ട്ണർ. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ കുടുംബത്തിന് നമ്മൾ വഴിയാധാരാക്കുന്നുണ്ട്. ഓരോരുത്തരും ഞാൻ വെറുതെ പറഞ്ഞാണ്, ഓരോരുത്തർ എൻ്റെ ഫ്രണ്ട്സൊക്കെ റിസൈൻ ചെയ്തിട്ട് വരാണ്. ഇപ്പോൾ ദുബായിലും നമ്മുടെ തന്നെ ഒരു കസിൻ തന്നെ റിസൈൻ ചെയ്തിട്ട് നമ്മുടെ കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. 5 രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 5 രാജ്യങ്ങളിലേക്ക് അത് വിപുലീകരിച്ച ആ ഒരു സ്റ്റോറി ആദ്യം എവിടെയായിരുന്നു ഇത് തുടങ്ങി വെച്ചത്? നമ്മുടെ ഇന്ത്യയിലായിരുന്നു? അല്ല, ആദ്യം നമ്മൾ തുടങ്ങി വെച്ചത് ഇന്തോനേഷ്യയിലെ ബാലിയിലാണ്.
അത് എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് 3 പേര് കൂടിയിട്ട് ഞാൻ ദുബായിൽ റിസൈൻ ചെയ്യുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ 3 പേരും ജോലി ചെയ്യുന്ന കാരണം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ വൈഫിൻ്റെ പേരിൽ ലൈസൻസ് എടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ആ സമയത്ത് ഇങ്ങനെ പ്ലാനിങ് മാത്രമേ ഈ ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പ്ലാനിങ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, അത് സക്സസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ മിനിമം 6 അല്ലെങ്കിൽ ഒരു 1 ഇയർ 6 months to 1 year നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ പുതിയൊരു നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ബിസിനസ് ആണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 2-3 years നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്കൊരു ജോബ് ഉണ്ടെങ്കിൽ അറിയാം എത്രത്തോളം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ പ്ലാനിങ്ങുകൾ നടക്കും. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവിടെ ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ആ സമയത്ത് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് അതൊരു കൺട്രി മാനേജറായിട്ട് ജോബ് ചെയ്യായിരുന്നു. അപ്പോൾ മാറേണ്ടി വന്ന സമയത്ത് അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ സുഹൃത്തും അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഞാനത് ഡ്രോപ്പ് ചെയ്തില്ല, മനസ്സിൽ വെച്ചു. പിന്നീട് ഞാനത് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ബാലിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മലയാളിയായിട്ടുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അറിയാം, ഇന്ന് മലയാളികൾ തന്നെ ഒരു 3-4-5 ആൾക്കാർ അവിടെ ബിസിനസ് നടത്തുന്നുണ്ട്. സെയിം ബിസിനസ് ഉണ്ട്, അവിടെ ഉണ്ട്. അത് നമുക്കറിയാലോ, ചന്ദ്രനിൽ ചെന്നാലും തട്ടുകട നടത്ത മലയാളികളുണ്ടാവും എന്നുള്ള അതേപോലെ തന്നെയാണ്. മലയാളികളാണ് ഈ ലോകത്തിൻ്റെ എവിടെയും പോയിട്ട് അവിടെ ചെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളുകളുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കംബോഡിയയിൽ സ്റ്റാർട്ട് ചെയ്തു, വിയറ്റ്നാമിൽ സ്റ്റാർട്ട് ചെയ്തു, ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബൈ ഡിഫോൾട്ട് നമ്മൾ കേരളത്തിലാണല്ലോ, അപ്പോൾ നമുക്കിവിടെ കേരളത്തിലൊരു കമ്പനി ഉണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് മാത്രം ടൂർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൻ്റെ അതർ സ്റ്റേറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് വെളിയിൽ നിന്നും, അത് കേരളത്തിൻ്റെ അതിൻ്റെ പേര് തന്നെ കേരള ടൂർ കമ്പനി എന്നാണ്. അത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അത് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും. ഇനി ഏതൊക്കെ രാജ്യങ്ങളിലാണ് നമ്മുടെ ഇതുപോലൊരു ഏജൻസി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്? ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഒരു കയ്യൊപ്പ് എവിടേക്കായിരിക്കും? ഇനി ഈ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിലിപ്പൈൻസിലാണ്. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിലിപ്പൈൻസിൽ. പിന്നെ കുറച്ച് ഇപ്പം ദുബായിൽ ദുബായിയാണ് നമ്മുടെ ഒരു കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കാനാണ് ആഗ്രഹം. അപ്പോൾ അതിനടുത്തുള്ള കുറച്ച് കൺട്രീസിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ അത്രയും കൂടെ എളുപ്പമുള്ളൊരു ബിസിനസ് അല്ല നമ്മൾ ചെയ്യുന്ന ഒരു ഹോൾസെയിൽ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അത് സെറ്റപ്പ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ 1-2 വർഷമൊക്കെ എടുക്കും ചിലപ്പോൾ. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ഒരു സ്ഥലത്ത് ചെയ്യാൻ ചിലപ്പോൾ ഞങ്ങൾക്കൊരു കംഫർട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് 3-4 years പിടിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള പ്ലാൻ. ഇനി പുതിയ സാഹചര്യമാണല്ലോ. ഇപ്പോൾ ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര നാളൊരു ടഫായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ വിസ ഫ്രീ ആയിട്ട് ഇന്ത്യൻസിന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആളുകൾ പോകാൻ കൂടുതലും താല്പര്യമുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഇപ്പോൾ ടൂറിസത്തിലെ മെയിൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ എവിടെ എടുത്താലും ഇന്ത്യൻസാണ് ഉള്ളത്. ആദ്യം ചൈനീസ് ആയിരുന്നു, ഇപ്പോൾ ഇന്ത്യൻസാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയിട്ട് ബിസിനസ് ചെയ്താലും, ഇപ്പോൾ ദുബായിൽ പോയിട്ട് നമ്മൾ ബിസിനസ് ചെയ്താലും നമുക്ക് പറയാം ദുബായ് ചെയ്യുന്നത്, പക്ഷേ ഇന്ത്യയാണ് ടൂറിസത്തിൻ്റെ മെയിൻ കസ്റ്റമേഴ്സുള്ള സ്ഥലം. അത് ഈ വർഷത്തിലെ എല്ലാ സമയത്തും ട്രാവൽ ചെയ്യുന്ന ആകെ ഒരു വിഭാഗമുള്ളൂ, അത് ഇന്ത്യൻസാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഈ തായ്ലൻഡിലേക്ക് 30,000 രൂപയ്ക്ക് ഒരു യാത്ര, ഫാമിലി പാക്കേജ് നമ്മൾ പല രീതിയിൽ കേൾക്കാറുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്, ഇൻസ്റ്റഗ്രാമിൽ ചെറിയൊരു അക്കൗണ്ട് മാത്രമായിരിക്കും, മറ്റ് ഓഫീസ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് കബളിപ്പിക്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ നമ്മളെയൊക്കെ സമീപിക്കുമ്പോൾ പ്രധാനമായിട്ടും ആളുകൾക്ക് ഇവിടെ വരുന്നൊരു പിഴവ് ഏത് ഭാഗത്താണ്? ഈ പിഴവെന്ന് പറഞ്ഞാൽ മെയിൻ ഈ പ്രൈസിലാണ് ആളുകൾ വീണ് പോകുന്നത്. പ്രൈസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസിന് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ. അതായത് നിങ്ങൾ അങ്ങനെ ഒരു പരസ്യം വരുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എയർലൈൻസിൽ. അവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോകാനുള്ള എയർ ഫെയർ എത്രയാണെന്നുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എയർ ഫെയർ, അപ്പോൾ എയർ ഫെയർ പ്ലസ് അവിടെ താമസിക്കാനുള്ള ഹോട്ടലിൻ്റെ ചിലവ്, തന്നെ അവിടെ ട്രാൻസ്പോർട്ടേഷൻസ്, പിന്നെ അവിടെ ടൂർ സൈറ്റ് സീയിങ്ങിന് പോലെ എൻട്രൻസ് ടിക്കറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ കൂടിയതാണല്ലോ ടോട്ടൽ പൈസ വരുന്നത്. അപ്പോൾ എയർ ഫെയർ തന്നെ 25,000 വരുന്നെങ്കിൽ ഒരിക്കലും 30,000 രൂപയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് അറിയാമല്ലോ. ഫൈൻ. അപ്പോൾ അങ്ങനെ മിനിമം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുകൾക്ക് പരമാവധി ഇങ്ങനെ ഇത് തട്ടിപ്പാണോ എന്നുള്ള അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇവിടെ ഓഫീസുള്ള ആളുകളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാമല്ലോ. ഇപ്പോൾ ഓഫീസൊക്കെ ഉള്ള ആളുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഫീസൊക്കെ വെച്ച് തട്ടിപ്പ് നടത്താൻ പറ്റും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമുക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും ഇവിടുത്തെ ഓഫീസും കാര്യങ്ങളൊക്കെ. മെയിൻലി ഇങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം പേജ് ഇങ്ങനെയുള്ളതിലൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആകെ ഒരു കോൺടാക്റ്റ് മാത്രമേ
ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവുള്ളൂ. ആ നേരത്തെ അവർ സ്വിച്ച് ഓഫ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് സ്വിച്ച് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ലീഗലിയൊക്കെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ സംഭവിച്ച് നമ്മൾ പറയുക ലീഗലി പോകാൻ തന്നെയാണ് പറയുക. എന്നാലും അതിൻ്റേതായിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ പൈസയ്ക്ക് കിട്ടാൻ സമയം ഉണ്ടാവും, നമ്മുടെ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവരോടും പറയുക ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ടീം, അത് ഇനി ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈനിലായിക്കോട്ടെ. നമ്മളിപ്പോൾ ട്രാവൽ ഏജൻസി കൂടെ മാത്രം പോകാൻ പറ്റുന്നത് ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ ഓൺലൈൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നല്ല ക്രെഡിബിൾ ഉള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവിടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടായിരിക്കും. വെറും ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ പോയി കഴിഞ്ഞാൽ പോകുമ്പോഴൊന്നും പ്രശ്നമില്ല, അവിടെ എത്തിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പോയിട്ട് പല ആളുകൾ കുടുങ്ങിയതിന് ശേഷം ഞങ്ങളെ ആളുകൾ വിളിക്കാറുണ്ട്, ഞങ്ങളിങ്ങനെ പെട്ട് കിടക്കണം എന്താ ചെയ്യാന്നുള്ളത്. ആ സമയത്ത് നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുക്കാമെന്നല്ലാണ്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ആ നേരത്തെ അവർക്ക് ഒരു ഹെൽപ്പ് ഇനി വേറെ ഹോട്ടൽ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഈ കമ്പനി നടക്കുന്ന കാരണം ഇതേ സിമിലർ കമ്പനികൾ പല കൺട്രിയിൽ നടക്കുന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് നല്ല നെറ്റ്വർക്കാണ്. അപ്പോൾ പലരും പലരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ചില ആളുകൾ ഹോട്ടലിൽ വന്നിരിക്കും, വണ്ടി വരില്ല, പിക്കപ്പ് ചെയ്യില്ല, അങ്ങനെ കാര്യങ്ങൾ. ആ സമയത്താണ് ഒരു ചീറ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുക. നമ്മളൊരു ട്രാവൽ ഏജൻസിയൊക്കെ സമീപിക്കുമ്പോൾ, ഇപ്പോൾ എനിക്കൊരു യാത്ര പോകണം, ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി സമീപിക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വ്യക്തി നമ്മളെ എത്രത്തോളം ഇമ്പ്രസ് ചെയ്യുന്നത് ഒരു പ്രധാന ഘടകമാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ട്രാവൽ ആൻഡ് ടൂറിസം ആ ഒരു വിഭാഗത്തിൽ ശരിക്കും നല്ല ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമയങ്ങളിൽ. ശരിക്കും നമ്മളുടെ ഒരു ഏജൻസിയിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ ആ ഒരു കഴിവ് ഏത് രീതിയിലാണ്? ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയണം, അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഈ ഇൻഡസ്ട്രിയിൽ ഈ ഇത്രയും കഴിവുള്ള ആളുകൾ വളരെ കുറവാണ്. അതിൻ്റെ വലിയ ഷോർട്ടേജ് ഉണ്ട്. എന്താ വെച്ചാൽ ദിവസം ദിവസം പുതിയ പുതിയ ട്രാവൽ ഏജൻസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനുള്ള ഒരു മാൻ പവർ നമ്മുടെ നാട്ടിലില്ല. മാൻ പവർ ഉണ്ട്, പക്ഷേ ട്രെയിൻഡ് ആയ ആളുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് എനിക്ക് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫിക്കൽറ്റി വന്നിരുന്നു, ഒരു ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുത്തത്. ഓക്കെ, ദെൻ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 3 വർഷം മുൻപ് ഞങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർപ്രണേഴ്സിനും വേണ്ടിയിട്ട്, അത് ട്രാവൽ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും, ചില ആളുകൾ ഈ ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് 10-20 വർഷങ്ങളായിട്ടുണ്ടാവും. പക്ഷേ അവർ ടിക്കറ്റിങ് ചെയ്യുന്നുണ്ടാവും, വിസ ചെയ്യുന്നുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈ പാസ്പോർട്ട് എടുക്കാനും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ടൂറ് നടത്താനോ അല്ല ടൂറ് അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസോ അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവണമെന്നില്ല. കുറേ ആളുകളുണ്ട് അങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തു. അതായത് നമ്മൾ എന്താ പഠിച്ചത് അതെങ്ങനെയാണ്, അത് എങ്ങനെ ആളുകൾക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന് ഞങ്ങൾ തന്നെ ഒരു പേര് കൊടുത്തു, സ്മാർട്ട് ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു എന്നോടൊരു കസ്റ്റമർ ചോദിച്ചാണ്, ഒരു ദിവസം കൊണ്ട് നിനക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു എങ്ങനെയാണ് ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. അതായത് ഒരു എൻക്വയറി വരുന്നു, ഒരാളുടെ ഒരു എൻക്വയറി വരുന്നു, എൻക്വയറി എടുക്കുന്നു, എൻക്വയറി എടുത്തതിന് ശേഷം ആളെ കൺവിൻസ് ചെയ്തിട്ട് ആളെ ടൂറ് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന വരെയുള്ളൊരു കാര്യമുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ സർക്കിളാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ഒരാളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 വർഷം കൊണ്ട് ഡിഗ്രി പഠിച്ചവരായിരിക്കും, PG പഠിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പോൾ 10 years വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് എങ്ങനെ ഒരു കൺവിൻസ് ചെയ്യുക എന്നുള്ള ഒരു ടാസ്ക്കാണ് എനിക്ക് ഒരാൾ തന്നതാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അത് വൺ ഡേയിൽ ഇത് ചെയ്യണം. അതായത് 9:30 to 5:30 ഇത് ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്ത് അത് ഞാൻ തന്നെ ഒരു ദിവസം 2-3 ദിവസം ട്രയൽ റണ്ണൊക്കെ ചെയ്തിട്ട് അതൊരു കോഴ്സാക്കി എടുത്തു. ശരിക്കും കോഴ്സ് മീൻസ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അത് വളരെ എഫക്റ്റീവായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു. എൻ്റർപ്രണേഴ്സിന് ചെയ്യും, പിന്നെ സ്റ്റാഫിന് വേണ്ടി ട്രെയിനിങ്ങിന് ചെയ്യും. അത് ദുബായിലുള്ള കമ്പനീസിന് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് ഓൺലൈനായിട്ട് ചെയ്യാറ്. ഇവിടെ കേരളത്തിൽ ത്രൂ ഔട്ട് ചെയ്യാറുണ്ട്. കുറേ സംഘടനകൾക്ക് വേണ്ടിയിട്ട് 100 ആൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. കുറേ ശിഷ്യന്മാരുണ്ട് അതിൽ. വലിയ ട്രാവൽ കമ്പനികളും നമ്മൾ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കിപ്പോൾ ഇവിടെ നിന്നൊരു കോൾ വന്നിരുന്നു വിളിക്കാൻ. സത്യത്തിൽ ഇപ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ, അതായത് വൺ ഡേയിൽ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഒരു എൻ്റർപ്രണർ മൈൻഡ് സെറ്റുള്ള ആളുകളെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകളെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി പറഞ്ഞു നല്ല പ്രൊഫഷണൽസിനെ കിട്ടാനില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു 3 months ഒരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ടൂർ ഓപ്പറേറ്ററെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. മാത്രമല്ല ഇത് ഈ കോഴ്സ് കഴിയുമ്പോൾ ഒരു 20 ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചിട്ട് ഈസി ആയിട്ട് കസ്റ്റമറോട് സംസാരിച്ച് കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആക്കി കൊടുക്കുക വരെ. ശരിക്കും ഇതാണ് നമ്മൾ 3 months കൊണ്ട് ചെയ്യുന്നത്. അത് 1 month നമുക്ക് ക്ലാസ്സിൽ
ക്ലാസ് റൂമിലായിരിക്കും. 2 months അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലായിരിക്കും, പല പല ഇൻഡസ്ട്രിയിൽ നേരിട്ടിട്ട് പോയിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിരിക്കും. ഇത് ഞങ്ങളൊരു അക്കാഡമി ആയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നത്. അത് തൃശ്ശൂർ ജനുവരി തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂരും ഉണ്ട്, പിന്നെ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്താണ്, 2 സെൻറ്ററിലാണ് ഞങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മാർട്ട് ടൂർ ഓപ്പറേറ്റർ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് ഇൻഡസ്ട്രിയിൽ ഫേമസ് ആയതിന് ശേഷമാണ് നമ്മളിത് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി ഈ ടൂറിസം പഠിച്ച കുട്ടികളുണ്ടെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്നവർക്കാരുണ്ടെങ്കിലും ഒരു 3 months ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് എടുക്കാവുന്നതാണ്. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ചെയ്യുന്നത്. 100% പ്ലേസ്മെൻറ്റ് നമ്മൾ പറയുന്നില്ല. അതായത് മിനിമം സംസാരിക്കാനും നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണെങ്കിൽ 100% പ്ലേസ്മെൻറ്റ്, ഇത്രേ പറയുന്നുള്ളൂ. മിനിമം സംസാരിക്കാൻ അറിയണ ഞങ്ങൾ ചെറിയ സ്ക്രീനിങ് നടത്തിയിട്ടാണ് എടുക്കുക കുട്ടികളെ. അപ്പോൾ മിനിമം അപ്പോൾ എന്താ വെച്ചാൽ നമ്മളവിടെ പ്ലേസ്മെൻറ്റിന് വരുന്നതൊക്കെ വലിയ ഏജൻസികളാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ പോലെ തന്നെ തായ്ലൻഡിൽ വർക്ക് ചെയ്യുന്ന തായ്ലൻഡിലുള്ള DMCകൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. വലിയ വലിയ കമ്പനീസാണ് കേരളത്തിലത്തെ പ്ലേസ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ മിനിമം ഗ്യാരണ്ടി ഉള്ള കുട്ടികളെ കൊടുക്കുന്നത് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, ഈ ഇവിടുത്തെ ശരിക്കും ഒരു മാൻ പവറിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, അത് തീർക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞിറങ്ങുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോലി സാധ്യത എത്രത്തോളമാണ്? ഫിനാൻഷ്യലി അവർക്ക് സ്റ്റേബിൾ ആവാനുള്ള ഒരു വരുമാനം ഈ ജോലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമോ? ഈ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അതിൽ പല മേഖലകളുണ്ട്. ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയും. അതായത് ഹോട്ടൽസ്, റിസോർട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ അത് ഒരുപാട് കോഴ്സുകളുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലങ്ങൾ തൊട്ടേ അങ്ങനത്തെ കോഴ്സുകളുണ്ട്. ആ കോഴ്സ് പഠിച്ച ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ജോബ് കിട്ടും. അതായത് ഈ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും, ഹോസ്പിറ്റാലിറ്റി. അത് 3 years BSc കാറ്ററിംഗ് സർവീസ് പ്ലസ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സുകളുണ്ടായിരുന്നു. ആ ഒരു മേഖലയിൽ പ്ലേസ്മെൻറ്റ് കിട്ടാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോട്ടൽസും റിസോർട്ട്സ് ഉണ്ട്, അങ്ങനെ മേഖലകളുണ്ട്. മാത്രമല്ല ഇവിടുന്ന് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ പുറത്തുള്ള ദുബായ് അങ്ങനെയുള്ള പല കൺട്രീസിലും പോകാൻ പറ്റും. പിന്നെ അല്ലാണ്ടുള്ള കുറച്ച് കോഴ്സുകളൊക്കെയാണ് ഉള്ളത് ശരിക്കും. അതായത് ഇപ്പോൾ അയാട്ട അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കോപ്പൊക്കെ കുറച്ച് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ട് പഠിക്കുന്നത് ടിക്കറ്റിങ്ങും പിന്നെ എയർപോർട്ടിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് മതി, എത്ര എയർപോർട്ട് നമ്മുടെ നാട്ടിലുണ്ട്, ഇനി എത്ര എണ്ണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കുറവാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇപ്പോൾ ഈ ടൂർ ഓപ്പറേറ്റിംഗ് രംഗത്താണ്. പക്ഷേ അതിന് പറ്റിയിട്ടുള്ള കോഴ്സുകൾ വേറെ കുറച്ച് കുറവാണ് ശരിക്കും ഉള്ളത്, ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൂർ ഓപ്പറേഷൻ രംഗത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ അത്രയധികം ഏജൻസികൾ ഇവിടെ നാട്ടിലുണ്ട്, നാട്ടിൽ മാത്രമല്ല പുറത്തുണ്ട്. ആളുകളെ കിട്ടാനില്ല എന്നുള്ള കാരണം നല്ല ഡിമാൻഡ് ഉണ്ടാവും. അത്യാവശ്യം സ്കില്ലുള്ള ആളുകളാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറി, നല്ല സ്കില്ല് ഉണ്ടാവും. മാത്രമല്ല അവർക്ക് നാളെ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയിട്ട് അതിൽ കാണുന്നുണ്ട് ഞാൻ. ഇപ്പോൾ ആളുകൾക്കൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരെടുത്താലും നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ചെറിയ ടൂറേലും പോകാത്ത ആരുമില്ല. അപ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇനി എന്താ പറയുക, ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ നമ്മളേതായിട്ടുള്ള മേഖലകൾ കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ മേഖല എന്ന് പറയുമ്പോൾ നോർമൽ ഒരു റീറ്റെയിലിൽ നിന്നല്ലാണ്ട് ഞങ്ങളൊരു ഹോൾസെയിൽ ഇതിൽ പോയി കോമ്പറ്റീഷൻ കുറവാണ്. അതുപോലെ തന്നെ ഓരോരോ മേഖലകൾ അവരുടേതായിട്ടുള്ള കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി വരുന്ന സമയങ്ങളിലുണ്ട്. ഏകദേശം ഒരു 35 വയസ്സൊക്കെ ആകുമ്പോൾ യുവാക്കൾക്കിടയിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, ജോലി നിർത്തിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന്. എനിക്കൊന്നും അങ്ങനെ ഒരാഗ്രഹം വന്നത് തന്നെയാണല്ലോ താങ്കൾക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ കോണ്ടാക്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിന്നിരുന്ന ഒരു കാര്യമാണ്. ഫിനാൻഷ്യലി ആ സമയത്ത് എങ്ങനെയായിരുന്നു? സ്റ്റേബിൾ ആയിരുന്നോ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരം? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 24 years തൊട്ട് ജോബ് ചെയ്തു തുടങ്ങി. ആ സമയത്ത് ഫിനാൻഷ്യലി സ്റ്റേബിളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഫാമിലിയൊക്കെ ദുബായിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ചാൽ മതി, എത്ര ഒരു ജോലി ഉണ്ടായാലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ താമസിക്കുകയാണെങ്കിലും ഒരു ചെറിയൊരു പരിധി വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുക അല്ലെങ്കിൽ നമ്മളൊരു നാട്ടിലെ ആളുകൾ ഒരു സ്ഥലം വാങ്ങുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു അവിടെ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ ആ ഒരു ബർഡൻ പിന്നീട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് സേവിങ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചു വന്ന് ഞാനൊരു അടുത്തൊരു 2 years ഇവിടെ നിന്ന് ഇനി സാലറി ഇല്ലെങ്കിലും ജീവിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ അന്ന് വരുന്ന സമയത്ത് ലോണൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ലോണൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ബിസിനസ്സിലൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഫണ്ട്സൊക്കെ കുറേ ആവശ്യം വരും. പക്ഷേ അന്ന് നമ്മളുടെ ഒരു ലൈഫ് അങ്ങനെയായിരുന്നു, ലോണൊന്നും വേണ്ട അങ്ങനെ തന്നെ എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ ബിസിനസ്സുകാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെയല്ല. ആ സമയത്ത് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പല ഫൈനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും, നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇത് കാരണം അത്ര സ്ട്രഗിൾ ചെയ്തില്ല എന്ന് പറയാം. പക്ഷേ ആ സ്ട്രഗിൾ
ചെയ്ത സംഭവം എന്താ വെച്ചാൽ ശരിക്കും കോവിഡൊക്കെ വന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പൈസയൊക്കെ നന്നായി ഇൻവെസ്റ്റ് ചെയ്ത സമയത്താണ് ഈ കോവിഡൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പേടിയില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സമയത്ത്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് കഴിഞ്ഞോ അന്ന് തൊട്ടാണ് നമുക്ക് ആക്ച്വൽ ബിസിനസ് മാനേൻ്റെ ഒരു ധൈര്യം വന്നത്. ഈ പൈസ നമുക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടിയും ഗൾഫിൽ പോകാം, ഒന്നും കൂടി ജോലി ട്രൈ ചെയ്യാന്നുള്ളൊരു മനസ്സിൽ നമ്മുടെ എപ്പോഴും ഉണ്ടാവും. ഈ മനസ്സിലത്തെ ചിന്ത എന്ന് മാറിയോ അന്ന് മാത്രമാണ് എനിക്കൊരു മുന്നോട്ട് പോകാൻ പറ്റിയത്. അതുവരെ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പോകാമെന്നുള്ളൊരു മനസ്സായിരുന്നു. പക്ഷേ നമ്മുടെ പൈസയൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ഇങ്ങനെ കോവിഡിൽ ഇങ്ങനെ അടിച്ച് താഴ്ന്നു പോയിട്ട് കൂടിയിട്ട് അവിടെ നിന്നുള്ളത് നമുക്കൊരു ഭയങ്കര ധൈര്യം വന്നു. പിന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ട രക്ഷയില്ല. അപ്പോൾ അവിടെ തൊട്ടാണ് ശരിക്കും ആക്ച്വലി നമ്മുടെ ഒരു നല്ലൊരു ടൈം വരുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് രംഗം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ചിലപ്പോൾ വസ്ത്രവ്യാപാര രംഗം ഉദാഹരണം പറയുകയാണെങ്കിൽ പുതിയ ട്രെൻഡ് വരുന്നുണ്ട്. അതുപോലെ ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാന ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ഈ ട്രെൻഡ് തീരുമാനിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം റീൽസാണ് ഈ ട്രെൻഡ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പുതിയ ആളുകൾ ഒരു പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഒരു റീൽസ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രെൻഡിങ് ആയിട്ട് വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുക്കോക്ക് എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട് വിയറ്റ്നാമിൽ. ഇതുവരെ ഇന്ത്യൻസ് പോയിരുന്നില്ല, കഴിഞ്ഞ ഒരു 1.5 വർഷം വരെ ആരും പോയിരുന്നില്ല. ആരോ പോയിട്ട് ഇതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് പോയിട്ട് അവിടെ പോയിട്ട് ഇതുപോലത്തെ ഒരു വലിയൊരു സ്ഥലമുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കേബിൾ കാറിൻ്റെ ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 റീൽസ് വന്നു. പിന്നെ ഇത് ട്രെൻഡാവാണ് ശരി ആക്ച്വലി. അപ്പോൾ ഈ ട്രെൻഡിങ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ റീൽസാണ്. പുതിയ റീൽസിലൊക്കെ പോയിട്ട് പുതിയ ആളുകളെ എക്സ്പ്ലോർ ചെയ്ത് സ്ഥലങ്ങൾ കിട്ടുന്നത് ഓട്ടോമാറ്റിക്കലി ട്രെൻഡ്സ് വരും. അപ്പോൾ ആളുകൾ മൊത്തം ഈ സ്ഥലങ്ങളിലേക്ക് എൻക്വയറീസ് ആകും വരാം. അപ്പോഴാണ് ഈ ട്രാവൽ ഏജൻസികൾ ഞങ്ങളെപ്പോലുള്ള കമ്പനികളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് പോകാനുള്ള ആളുകളുടെ കോൺടാക്റ്റൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളപ്പോൾ ഡിസൈഡ് ചെയ്യും ഇന്ന സ്ഥലത്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ട്രെൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും? ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഇനി വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ആക്ച്വലി ഇപ്പോൾ ഓൾറെഡി ഭയങ്കര കോമ്പറ്റീഷനാണ് ഈ ഫീൽഡിലുള്ളത്. അപ്പോൾ പുതിയ ഏജൻസികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സർവൈവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല പുതിയ സ്ട്രാറ്റജീസ് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ആളുകളുടെ ട്രാവൽ ഇപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്, പക്ഷേ പല ആളുകളും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ആളുകളുടെ മനസ്സിലാക്കി എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ടോട്ടൽ പാക്കേജുകൾ സെല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ അത് വേണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഈ അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ സ്വന്തമായിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യും, സ്വന്തമായിട്ട് ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകും. അപ്പോൾ പക്ഷേ അവർ പറയും അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ക്രൂയിസ് ഒന്ന് ബുക്ക് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഒരു ടൂറ് ബുക്ക് ചെയ്ത് തരണം. ഇങ്ങനെ പറയുമ്പോഴും ഇത് മാത്രം കൊടുക്കാനായിട്ടുള്ള എക്സ്പെർട്ട് നമുക്ക് പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ബിസിനസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റമർ എന്ത് പർട്ടിക്കുലർലി ചോദിക്കുന്നു അത് കൊടുക്കാൻ നമുക്ക് ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റണം, നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട്. അങ്ങനെയാണെങ്കിലാണ് ഈ പുതിയൊരു ജനറേഷൻ്റെ പുതിയൊരു ജനറേഷൻ ബിസിനസ് കിട്ടാൻ ഒരു ഉണ്ടാവുള്ളൂ. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയറാണ് ട്രാവൽ ബിസിനസ്. അതായത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആളുകളുടെ ഹെൽപ്പൊന്നും വേണ്ട, എനിക്ക് വേണമെങ്കിൽ പോകാം, അല്ല ഏത് കടത്തുണ്ടെങ്കിലും കിടന്നുറങ്ങാം, മനസ്സിലായില്ലേ. പക്ഷേ ഞാനൊരു ഫാമിലി ആയിട്ട് പോകുകയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫാമിലി എപ്പോഴും എനിക്കൊരു ചെറിയ ഫിയർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും കറക്റ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് എൻഷുർ ചെയ്യും ഓക്കെ എല്ലാം സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ. പക്ഷേ ഇന്ത്യൻസ് ആസ് ലോങ് ആസ് നമ്മൾ ഇന്ത്യൻസ് ആണോ ആ ഫിയർ ഇന്ത്യൻസിൽ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ബാക്കിയുള്ള ആളുകളാണെന്ന് വെച്ചാൽ അവർ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലൊന്നും വേണ്ട, അവർ തന്നെ പോകുന്നു, അവർ തന്നെ ഒരു ടാക്സി വിളിക്കുന്നു, പോകുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻസ് അങ്ങനെയല്ല. ഇന്ത്യൻസ് എപ്പോഴും സേഫ്റ്റി സെക്യൂർഡിൻ്റെ അതേ നമ്മൾ എത്ര ജനറേഷൻ കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ്റെ മൈൻഡ് സെറ്റിൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു NRI ബാക്ക്ഗ്രൗണ്ടാണ്, അതിൽ നിന്ന് ഒരു ബിസിനസ്സുകാരനിലേക്കൊരു മാറ്റം. ഇപ്പോൾ അന്യനാടുകളിൽ ജോലി ചെയ്തിട്ട് സ്വന്തം നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ബിസിനസ് ചെയ്ത് സെറ്റിൽ ആവണം എന്നുള്ളത്. അപ്പോൾ ചിലർക്കത് സാധിക്കും, ചിലർക്ക് പറ്റില്ല. അങ്ങനെയുള്ളവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇത് സത്യത്തിൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ്, അല്ലെങ്കിൽ സംഭവിച്ചു പോയതാണെന്ന് പറയാം. നമ്മൾ മനഃപൂർവ്വമൊന്നുമല്ല.
പക്ഷേ ഇത് ഒരു പിന്നീട് ഞാൻ അന്ന് എനിക്ക് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായില്ല, നമ്മൾ ഡിസിഷൻ എടുത്ത് പോരുന്നു എന്നുള്ളത് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നീട് ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ വരുന്ന ആളുകൾ മുഴുവൻ ഒരു കുറച്ച് നാൾ നാട്ടിലെ ഏതെങ്കിലും ബിസിനസ് തുടങ്ങും, 1-2 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു പോകും, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് തിരിച്ചു പോകും. ഇതാണ് ഒരു 99% ആളുകൾക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഓരോരോ സ്റ്റേജിലും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്ത് നിന്നാൽ മാത്രമാണ് തിരിച്ചു പോകാണ്ടിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ് വേണ്ടത്. പിന്നെ ഫൈനാൻഷ്യൽ നമുക്കൊരു സ്റ്റെബിലിറ്റി ഫൈനാൻഷ്യൽ വേണ്ടി വരും. ഇതെല്ലാം ഉണ്ടായിട്ട് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുന്ന ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ പാസ്സായോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഏത് നിലയിലൊക്കെ പോയോ, അത് നമ്മളെങ്ങനെയാണ് അത് സർവൈവ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതൊക്കെ നിർത്തിയിട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് നിൻ്റെ അഡ്വൈസ് തരാൻ പറയും. ഞാൻ പറഞ്ഞ അഡ്വൈസ് തന്നാലും ഒന്നും നിൽക്കില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ റിയൽ ലൈഫാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ പല സ്ട്രഗിളും നമ്മുടെ പോലെ തന്നെ നമ്മുടെ ഫാമിലിയും പല ആളുകളും ഇത് സ്ട്രഗിൾ ചെയ്താൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞ ഒരു ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ടൂറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്ത പോലെ NRI ടു എൻ്റർപ്രണർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഏത് രീതിയിലേക്കൂടെയൊക്കെ നമ്മൾ പോകണം, നമ്മൾ ഫാമിലീനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഫസ്റ്റ് ഇയർ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങരുത്, ഒരു 6 മാസം നമ്മൾ വെറുതെ ഇരിക്കണം, എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു 1 വീക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഒരു ഓൺലൈനിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ 1-2 ട്രയൽസ് റണ്ണൊക്കെ ചെയ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണെങ്കിൽ പല ആളുകളോടും ഞാൻ ഇങ്ങനെ കൺസൾട്ട് ചെയ്യുന്ന ആളുകളോടൊക്കെ പറയാറുണ്ട്, നിങ്ങളിനി റിസൈൻ ചെയ്യണ്ട കേട്ടോ, റിസൈൻ ചെയ്താൽ നിങ്ങളുടെ കാര്യം പ്രശ്നമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ചില ആളുകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. പിന്നെ എല്ലാവരും ബിസിനസ്സുകാരനാവണമെന്നൊന്നുമില്ല, ഒരു ലൈഫിൽ സക്സസ് ആവാൻ ബിസിനസ്സുകാരനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഷാരൂഖ് ഖാനായാലും സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ അവരൊന്നും ബിസിനസ്സുകാരല്ലല്ലോ, അവരൊക്കെ ലൈഫിൽ സക്സസ് ആയ ആളുകളാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെ കൺസൾട്ട് ചെയ്യുന്നവരോട് പറയും. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു റിസൾട്ട് തന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണോ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ പറ്റും. അത് ഞങ്ങൾ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അനലിസ്റ്റിൽ നിന്നൊരു ട്രാവൽ എൻ്റർപ്രണറായി മാറിയ സിനോജ് മച്ചിങ്ങലിൻ്റെ ബിസിനസ് വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനിയും ഉയർച്ചയിലെത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.